ഫ്രണ്ട്സ്, അബ്ദുൾ റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യാദൃശ്ചികമായിട്ട് വീഡിയോ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാനിത് നോക്കുകയും, കാരണം അതുപോലത്തെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഹെഡിങ് ഒക്കെയാണ് ഈ വീഡിയോക്ക് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കത് വായിക്കാൻ തോന്നും. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ സംസാരിക്കും എന്നുള്ളത്. കാരണം തുറന്ന് പറയുകയാണെങ്കിൽ വളരെ സങ്കടം തോന്നി. വളരെ വർഗീയത ഉള്ള ഒരു സംസാര ചൊവ്വയാണ് എനിക്കതിൽ നിന്ന് തോന്നിയത്. സത്യം പറഞ്ഞു, ഞാൻ ആ വീഡിയോ നിങ്ങളെ മുന്നിൽ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ. മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലാം തവിട് പൊടിയായി മക്കളെ. നമ്മുടെ റഹീമിക്കാന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. 34 കോടി പിരിച്ചുകൊണ്ട് ഒരു വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിച്ചു. ആ വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പിച്ചക്കാരനെ പോലെ പോയ്ക്ക് തെരുവിലൂടെ തെണ്ടി നടന്ന് കോടികൾ ഉണ്ടാക്കി. മാത്രമല്ല ഞമ്മന്റെ ലുലു മുയലാളി അയാൾ വന്ന് ജോലി കൊടുക്കും. അയാളെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്ന് ആനയും അമ്പാരിയുമായി ഞങ്ങൾ എഴുന്നള്ളും. എന്തൊക്കെയായിരുന്നു നോക്കൂ മക്കളെ. ഒരു കുരുന്നിനെ നിഷ്കരുണം കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ടാണ്, ഈ കൊലയാളിയെ വെള്ളരിപ്രാവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നൽകിയ ആ 34 കോടിയിലെ ഓരോ രൂപയുമെന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനോ. ഇത് പറയുന്നത് ഞാനൊന്നുമല്ല. കാരണം 2006 ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. എന്തായിരുന്നു ആ സംഭവം എന്നറിയാമോ? ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു. പോയതിനു ശേഷം തന്റെ അർബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള, അതല്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ജോലിയായിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഇയാൾ കുട്ടിയെയും കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു. സിഗ്നലിൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട്, ഡ്രൈവറോട് പറയുന്നു, വണ്ടി എടുക്ക്, സ്പീഡിൽ എടുക്കുന്നൊക്കെ പറയും. നമുക്കറിയാം കുട്ടികളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ഒരു ത്വരയൊക്കെ ഡ്രൈവർമാരോട്, നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി പറയുന്നു. ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ കുപിതനായിട്ടുള്ള ഈ അർബാബിന്റെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? പിറകിൽ നിന്ന് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു. ആന്തിയും അടിച്ചുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കുഞ്ഞിനോട് ചെയ്തത് കൃത്യമായിട്ടും കോടതി രേഖകളിലുണ്ട്. ആ രേഖകളിൽ 2011 പ്രസിദ്ധീകരിച്ച ഈ പറയുന്ന അറബ് ന്യൂസ് എന്ന് പറയുന്ന സൗദിയിലെ തന്നെ ഒരു പത്രം പറയുന്നുണ്ട്. അതിലെ വരികൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ. അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. 20/2/2011 ഇതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നത്. അതായത് ഫെബ്രുവരി 2011 20 സൺഡേ, ഞായറാഴ്ചയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് മാത്രം, അതല്ലെങ്കിൽ ഈ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ മാത്രം, ആ ടൈറ്റിന് താഴെയുള്ള ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് ഉണ്ട്. അത് ഞാനിവിടെ വായിക്കാം. ഡ്രൈവർ അബ്ദുൾ റഹീം 28 വയസ്സാണ്. വാസ് ചാർജ്ഡ് ഓൺ December 24, 2006 ഓഫ് കില്ലിംഗ് മുഹമ്മദ് അനസ്. 17 വയസ്സുള്ള കുട്ടിയാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിംഗ് എ സബ്സിക്വന്റ് ട്രയൽ ദി റിയാദ് ഹൈക്കോർട്ട് ഫൗണ്ട് അബ്ദുൾ റഹീം ഗിൽറ്റി ഓഫ് സ്ക്വീസിംഗ് ദ വിക്ടിംസ് നെക്ക് ടിൽ ഹി ഡൈഡ്. എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കുരുന്നിന്റെ കഴുത്ത് ഞെക്കി പിടിച്ച് ഞെരിച്ച് കൊന്നു എന്നാ പറയുന്നത്. ഇതിന്റെ മലയാളത്തിന്റെ പരിഭാഷ ഞാനിവിടെ വായിക്കാം. 2006 December 24 മുഹമ്മദ് അനസിനെ കൊലപ്പെടുത്തിയതിന് ഡ്രൈവർ അബ്ദുൾ റഹീമിനെ പ്രതിയാക്കി തുടർന്നുള്ള വിചാരണയ്ക്കിടെ റിയാദ് ഹൈക്കോടതി ഇത് കണ്ടെത്തി. ഇരയുടെ കഴുത്ത് ഞെരിച്ചതിനാണ് അബ്ദുൾ റഹീമിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. എന്നിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എങ്ങനെയാ ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള റഹീമിനെ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല ഇവന് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു. നോക്കൂ, ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ഹോൾ ഇട്ടുകൊണ്ട്, ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി ശ്വസന പ്രക്രിയ നടത്തിയിരുന്നത്. അതും യന്ത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു നടത്തിയത്. ആ കുഞ്ഞിനെയാണ് ഇവൻ കഴുത്ത് ഞെരിച്ച് കൊന്നത്. ആ കുഞ്ഞിനെ കൊന്ന ക്രിമിനൽ, കൊടും ക്രിമിനൽ, ഈ കൊടും ക്രിമിനലിനെയാണ് ഇവിടെ വെള്ളരിപ്രാവാക്കി പൂശിക്കൊണ്ട് ഡെഡ് മണി ആക്കിക്കൊണ്ട് 34 കോടി പ്രഖ്യാപിച്ച ഡെഡ് മണി പിരിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ മലയാളി വലിയ ദി റിയൽ കേരള സ്റ്റോറി കാണിച്ചത്. യെസ്, ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി. അതായത് ഇസ്ലാമിക നാമധാരികൾ കൊടും ക്രൂരന്മാരും കൊടും കൊലയാളികളും രാജ്യദ്രോഹികളും ആയിരുന്നാലും അവരെ വെളുപ്പിച്ചെടുത്തുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി, ഇവിടെ രാജ്യദ്രോഹം നടത്താൻ വേണ്ടി, എന്റെ ഈ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുക, അത് തന്നെയാണ് ഇവിടുത്തെ ദി റിയൽ സ്റ്റോറി. കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ റിയൽ സ്റ്റോറി ഇത് തന്നെയാണ്. ഇതായിരുന്നല്ലോ ഇവന്മാർ വാഴ്ത്തിയത്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്നൊരു കാര്യമാണ്,
നല്ല പോലെ വർഗീയത ഉള്ള ഒരു വ്യക്തി സംസാരിച്ചാണ്. സത്യമല്ലേ? നിങ്ങളത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്കതാ തോന്നിയത്. കാരണം മനുഷ്യൻ്റെ അകത്ത് അല്പം ഒരു കരുണ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കില്ല. ഓക്കെ, നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് യാതൊരുവിധ മതത്തിന് ഉപരി സ്നേഹം, കാര്യങ്ങൾ, സെക്യുലർ കൺട്രിയാണ് അല്ലേ? എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ അങ്ങനെ ആരും വിഭജിച്ച് കണ്ടിട്ടില്ല. ഈ മതം തലക്ക് പിടിച്ച ആൾക്കാരുണ്ടാവും, ഓല് മാത്രമാണ് കാണുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ് ഈ വ്യക്തി ഒരു ആർഎസ്സുകാരനാണ്. അതായത് ഇങ്ങനെ ഒരാളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ്. വ്യക്തിയുടെ പേര് VK ബൈജു എന്നോ എന്താ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ, ക്ലിയറായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് റഹീമിനെ പറയുന്നു. അതുപോലെ തന്നെ ബോച്ചയെ പറയുന്നു, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ബോബി ചെമ്മണ്ണൂറിനെ പറയുന്നു, യൂസഫ് അലിയെ പറയുന്നു. ഇവരൊക്കെ പിച്ചക്കാരെ പോലെ, ബോച്ച പിച്ചക്കാരനെ പോലെ റോഡിൽ തെണ്ടി നടന്നു. യൂസഫ് അലി സഹായിക്കാമെന്ന് പറഞ്ഞു, യൂസഫ് അലിയെ കളിയാക്കി പറയുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ഒരു മനുഷ്യർ പറഞ്ഞുള്ള കാര്യമാണ്. ഈ ഒരാളെ വ്യക്തികളെ കളിയാക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ കളിയാക്കേണ്ട ആവശ്യം? ഇയാൾ പറയുന്നു അബ്ദുൾ റഹീം തെറ്റുകാരനാണെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത്? ഇയാൾ കണ്ടോ അബ്ദുൾ റഹീം ആ കുട്ടനെ കടുത്ത് നെരിച്ച് കൊല്ലുന്നത് കണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ അതിന്? ഒരു പത്രത്തിൻ്റെ ഹെഡ് കട്ടിങ് എടുത്തിട്ടാണ് ഇയാൾ ഈ വാദിക്കുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും സത്യമുണ്ടോ ഇതിന്? എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആരെങ്കിലും ഇതിനെന്തെങ്കിലും സാക്ഷികളുണ്ടോ? ഒന്നുമില്ല. കട്ടിങ് എടുത്തിട്ട് സൗദി അറേബ്യ നിങ്ങൾക്കറിയാലോ, ആ രാജ്യത്ത് ചെറിയ എന്തെങ്കിലും കാര്യത്തിന് പോലും അവരത് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് വധശിക്ഷയും അതുപോലെ തന്നെ വലിയൊരു പണിഷ്മെൻറ്റാണ് സൗദി അറേബ്യ കൊടുക്കുന്നത്. അവിടുത്തെ റൂൾസ് അങ്ങനെയാണ്. അപ്പം അവിടുത്തെ ഒരു പത്ര കട്ടിങ് എടുത്തിട്ട് ഇയാൾ പറയുന്നു ഈ ഇന്ന വ്യക്തി ഇങ്ങനതൊക്കെ ചെയ്തു, കഴുത്ത് നെരിച്ച് കൊന്നു എന്നുള്ളത്. അബ്ദുൾ റഹീമിന് എന്തിൻ്റെ ആവശ്യമാണ് ആ കുട്ടിനെ കൊല്ലേണ്ട ആവശ്യം? ഞാൻ അതാ ചോദിക്കുന്നത്. അബ്ദുൾ റഹീമിന് കൊല്ലേണ്ട കാര്യമുണ്ടോ? അത് പോട്ടെ, ഇയാൾ ഒരു രേഖയും ഇല്ലാതെ, സാക്ഷികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ ഒരു പത്രത്തിൻ്റെ ഒരു കട്ടിങ് എടുത്തിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. അബ്ദുൾ റഹീം കുട്ടിയെ കഴുത്ത് നെരിച്ച് കൊന്നു എന്നുള്ളത് ഇയാൾ കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതൊക്കെ പോട്ടെ, ഈ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് 34 കോടി സ്വരൂപിച്ച ജനങ്ങളെ ഇയാൾ കളിയാക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ ആരായി? നമ്മളൊക്കെ മണ്ടന്മാരായി എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ മാത്രം ബുദ്ധിമാനാണ്. നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തതൊക്കെ നമ്മൾ മണ്ടന്മാരാണെന്നും ഈ പൈസ കൊടുക്കാത്ത ഈ കുറ്റം പറയുന്ന ആൾ മണ്ടനല്ലെന്നും ബുദ്ധിമാനാണെന്നും. ഓക്കെ, വളരെ വളരെ മോശമാണ് ചങ്ങായി നിങ്ങൾ പറയുന്ന കാര്യം. ഞാൻ തുറന്ന് പറയാണ്. കാരണം നിങ്ങൾ മൊത്തത്തിലാണ് കളിയാക്കുന്നത്. മൊത്തത്തിൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉമ്മാൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സഹായിച്ച് ആ മനുഷ്യനെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തെറ്റ് ചെയ്തിട്ടില്ല, അബദ്ധത്തിൽ സംഭവിച്ചൊരു സംഭവമാണ്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് കഴുത്ത് നെരിച്ച് കൊന്നിട്ട് ഈ കിട്ടാനുള്ള ഈ കുട്ടിയുടെ സ്വത്തോ അല്ലെങ്കിൽ മറ്റൊന്നോ ഈ അബ്ദുൾ റഹീമിന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ഈ പറഞ്ഞ അറബിൻ്റെ മോനില്ലേ, ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ 17 വയസ്സ് അനസിനെ കഴുത്ത് നെരിച്ച് കൊന്നിട്ട് ആ ചെക്കൻ്റെ സ്വത്തോ പണമൊന്നും അബ്ദുൾ റഹീമിന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അല്ലെ വേറെ ലാഭം അതുകൊണ്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യനെ കുറ്റം പറയുമ്പോഴും അവരെ എന്താ പറയുക, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മളെ പറഞ്ഞു, ജനങ്ങളെ മൊത്തത്തിൽ പറഞ്ഞു, ബോച്ചയെ പറഞ്ഞു, ആ മഹാനായ വ്യക്തിയെ പറഞ്ഞു, യൂസുഫ് അലിയെ പറഞ്ഞു, ഒക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞേക്കാണ്, മണ്ടന്മാരാണെന്നുള്ളത്. അങ്ങനെയാണല്ലോ നിങ്ങൾ ഹെഡിങ് കൊടുത്തേക്കുന്നത് അല്ലേ? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരു മനുഷ്യനെ, അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടും പിന്നെ ഉമ്മാൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടും നമ്മളിത് സഹായിച്ചു. നമ്മൾ ഓരോ വ്യക്തികളും അതിന് നമുക്കാർക്കും കുറ്റബോധമൊന്നുമില്ല. നമ്മൾ ചെയ്ത് കറക്റ്റാണ്, കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് റൂട്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഓരോരുത്തർ വിഷം കൊടുത്ത് കൊന്നിട്ടും
റേപ്പ് ചെയ്ത് കൊന്നിട്ടും ജയിലിൽ സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവരാരും രക്ഷപ്പെടുത്താനല്ല നമ്മൾ പൈസ കൊടുത്തത്. ഓക്കെ, ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ 14 വർഷമാണ് എന്നാണ് എൻ്റെ അറിവ്. സൗദിയിൽ അങ്ങനെയല്ല, കൊല്ലലാണ്, കഴുത്ത് വെട്ടലോ അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നത്. അതായത് കൊന്നുകളയാം, കട്ടവൻ്റെ കൈ വെട്ടുക, കൊന്നവനെ കൊല്ലുക എന്നൊരു പണിഷ്മെൻറ്റാണ് അവിടെ. അബ്ദുറഹീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വർഷം ഓൾറെഡി അവിടെ കഴിഞ്ഞു. ഇനിയും അയാളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? എന്തിൻ്റെ പേരിലാണെങ്കിൽ? അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ റിസർച്ചിന് പോകേണ്ട ആവശ്യമില്ല. ഏതോ ഒരു പത്രക്കാർക്ക് എന്തൊക്കെ എഴുതി പഠിപ്പിക്കാൻ പറ്റും? അത് ഇന്ത്യൻ പത്രവുമല്ല, സൗദി പത്രമാണ്. ആ പത്രം എടുത്തിട്ടാണ് ഇയാൾ പറയണത് കഴുത്ത് നെരിച്ച് കൊന്നു. ഇയാൾ പൂർണ്ണമായിട്ട് ആ കാറിലിരുന്ന് കണ്ട പോലെയാണ് പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തി ആ കാറിൽ ഉണ്ടായിരുന്നു. അത് കഴുത്ത് നെരിച്ച് കണ്ടപ്പോൾ ഈ സംസാരിച്ച ആളതിലുണ്ടായിരുന്നു? അല്ലെങ്കിൽ ആ CCTV എന്തെങ്കിലും കണ്ടോ ഈ കഴുത്ത് നെരിച്ച് കൊല്ലുന്നത്? അല്ല ആരെങ്കിലും കണ്ടോ? ഇതൊന്നും തെളിവുകളില്ലാതെ ഒരാളെ കുറ്റം പറയുക, ഇയാളെ വിമർശിക്കുക, അതാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും, വളരെ മോശമായിട്ട് ജനങ്ങളെയും സഹായിച്ചവരെയും റഹീമിനെയും എല്ലാവരും കുറ്റം പറയും, വർഗീയത സംസാരിക്കുക, കളിയാക്കുക, വളരെ കളിയാക്കുന്ന രീതിയിലാണ് മൊത്തം സംസാരിച്ചത്. ബാക്കി കാര്യം കൂടെ ഞാൻ കാണിക്കാം, അയാൾക്ക് പറയാനുള്ള ബാക്കി കാര്യം കൂടെ. ആ വീഡിയോൻ്റെ ബാലൻസ് ആണ് ഞാൻ കാണിക്കാം. ഇന്നും ഈ നിമിഷപ്രിയയുടെ കേസിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ സഹോദരിക്ക് വേണ്ടി ഡെഡ് മണി കളക്ട് ചെയ്യാനോ ആ സഹോദരിയുടെ പേര് പോലും പറയാനോ ഇവിടത്തെ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് 34 കോടി പിച്ചയെടുത്ത് തെണ്ടിയിട്ടുള്ള കോച്ച എന്ന് പറയുന്ന ആ പിച്ചക്കാരനോ പെൺപിടിയനായിട്ടുള്ള അവനോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ്? അതൊരു ക്രൈസ്തവ ലേഡിയാണ്. അറ്റ്ലസ് രാമചന്ദ്രനെ ആയുസെത്താതെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെയും പേര് തന്നെയാണ് പ്രശ്നം. രാമചന്ദ്രന് പകരം വല്ല അബ്ദുൾ റഹീമോ അതല്ലെങ്കിൽ ഈ പറയുന്ന മമ്മദൊക്കെ ആയിരുന്നെങ്കിൽ അവന് വേണ്ടി എത്ര കോടി വിരിച്ചെടുക്കാനും അവരെ രക്ഷിച്ചെടുക്കാനും ഇതുപോലെ മതേതരം ഒഴുങ്ങിത്തുന്നി ഞങ്ങളാണ് മതേതരത്വത്തിന്റെ ആളുകൾ എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഇവന്മാരൊക്കെ ശ്രമിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. നിമിഷപ്രിയയും അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ചാണ്. അറ്റ്ലസ് രാമചന്ദ്രൻ്റെ കേസ് എനിക്കറിയില്ല, കാരണം അറിയാത്ത കാര്യം സംസാരിക്കില്ല. ഓക്കെ, നിമിഷപ്രിയയെക്കുറിച്ച് ഞാൻ പറയാം. നിമിഷപ്രിയയുടെ കേസ് ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് ഒരുപാട് അന്വേഷിക്കേണ്ട കേസാണ്, അല്ലാതെ നമുക്ക് ആ കുട്ടിയെ സഹായിക്കാൻ പറ്റില്ല. കാരണം വ്യക്തമായിട്ട് ആ കുട്ടി ആ കൊലപാതകത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നു. അതുപോലെ കഷ്ണമാക്കി മുറിച്ച് ടാങ്കിലൊക്കെ ഇട്ടു എന്നൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. നിമിഷപ്രിയ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ബാക്കിലെ സ്റ്റോറി അയാൾ ഉപദ്രവിച്ചിട്ടും അയാളെ കൊണ്ടുള്ള പീഡനം കൊണ്ടാണ്, സത്യമാണ്. പക്ഷേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിക്കാനും ഒരുപാട് ഇത് നോക്കാനുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പ്ലാൻ ചെയ്തിട്ടുള്ള ബിഹൈൻഡ് ഒരു പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണ ആൾക്കാർക്കും അത് ഒരു വശം ആൾക്കാർക്കും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അബ്ദുറഹീമിൻ്റെ കേസ് അങ്ങനെയല്ല, അത് എൻ്റെ ഡിഫറെൻ്റാണ്. അതായത് കൊല്ലണമെന്ന ഇൻറ്റൻഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല അതിൽ, അത് അറിയാതെ പറ്റിയൊരു അബദ്ധം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇയാൾ ഇവിടെ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. മുസ്ലിംസിന് ഒരുപാട് പരിഗണന കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു. അതായത് മുസ്ലിംസ് രക്ഷിക്കാൻ മാത്രമാണ് നോക്കുന്നത്, ഹിന്ദുസിനെ ക്രിസ്ത്യൻസിനൊന്നും പരിഗണിക്കുന്നില്ല. പേരൊക്കെ വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത്. എന്താണ് ചെങ്ങായി ഇങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല. മുസ്ലിംസിന് മാത്രമുള്ള പരിഗണന ഒന്നുമില്ല. ഈ ബോച്ച ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയെ ആൾ സഹായിച്ചത് മുസ്ലിമിനെയാണ്. അങ്ങനെ മതം നോക്കിയിട്ടൊന്നും സഹായിക്കുന്ന ഒരു സംഭവം നമുക്കാർക്കും ഇല്ല. ഒരാളെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ അയാളെ സഹായിക്കുക, അത് ഏത് മതക്കാരാണെങ്കിലും. ഇവിടെ വർഗീയത കൊണ്ടുവരാനാണ് ഈ പറഞ്ഞ വ്യക്തി ശ്രമിച്ചിട്ടുള്ളത്, വി കെ ബൈജു. എന്തിനാണ്, എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ചിന്തിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എന്ത് വർഗീയതയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇവിടെ എത്ര മുസ്ലിംസിന് ഈ തൂക്കിലേറ്റിയ പല ആൾക്കാരും, അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പേരിൽ തീവ്രവാദം ചെയ്ത മുസ്ലിംസ് ഉണ്ട്. എല്ലാവരും നല്ല ആൾക്കാരാണെന്നല്ലേ പറയണത്. തെറ്റ് ചെയ്ത മുസ്ലിംസ് ഉണ്ട്, തീവ്രവാദം കൊണ്ടുവന്ന ആൾക്കാരാണ്. അവരൊക്കെ തൂക്കിലേറ്റിയിട്ടുള്ളൂ.
അഫ്സൽ ഗുരു, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, പേരൊന്നും ഇപ്പം എൻ്റെ വായിൽ വരുന്നില്ല. അപ്പോൾ അവരൊന്നും രക്ഷിക്കാനല്ല ഇവിടെ ആരും നോക്കിയിട്ടുള്ളത്. അവർ തെറ്റ് ചെയ്തു, അവർക്ക് നല്ല ശിക്ഷ കൊടുത്തു, കറക്റ്റാണ്. ചെയ്ത കാര്യം 100% കറക്റ്റാണ്. അപ്പോൾ ഇവരൊന്നും ആരും രക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് ഇഷ്ടമായിട്ട് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട്. തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ രക്ഷിക്കാൻ നോക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രാറ്റജി. അവിടെ മതമുണ്ടോ ഒന്നുമല്ല. മതത്തിൻ്റെ പേര് രക്ഷിക്കാൻ സംഭവമില്ല. അവിടെ വർഗീയത കൊണ്ടുവരിക, ഇതൊന്നും ഒരു വർഗീയത കൊണ്ടല്ല. ഒരു ഉമ്മ അത്രയും കരഞ്ഞിട്ട് തൻ്റെ മകനെ കാണാതായിട്ട് വ്യക്തമായിട്ട് ആ വ്യക്തി നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ആൾക്കാരും പൈസ 1 രൂപ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് കൊന്ന് തള്ളിയ ആളല്ല എന്നെല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്, എന്ന് കിട്ടാൻ വേണ്ടിയിട്ടുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഓൾറെഡി 18 വർഷം ജയിലിലായി അനുഭവിച്ച് കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ആ ഉമ്മാൻ്റെ കണ്ണീര് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അത്രയും സങ്കടത്തിലാണ് മോനെ കാണാൻ വേണ്ടിയിട്ട്, ഒരു പാവപ്പെട്ട കുടുംബം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ സഹായിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പറയാണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.